നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ആർട്ട് വർക്കിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയിൽ കടലോര പ്രദേശമാണെന്ന് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി പല ഹൈറ്റിലുള്ള 50ഓളം തെങ്ങുകൾ ഒരുപാട് സ്ഥലത്തു നിന്നും മുറിച്ചുകൊണ്ടുവന്ന് കടൽ തീരത്തുള്ള സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടതും, താജ്മഹലിന്റെ മറുവശത്ത് പോയി പാട്ട് ഷൂട്ട് ചെയ്ത് താജ്മഹലിന്റെ മുൻവശമാക്കി മാറ്റിയതും, കാശ്മീർ കാണിച്ച് കാനഡയാക്കി പറ്റിച്ചതും, കളിപ്പാട്ടം ഉപയോഗിച്ച് ആക്സിഡന്റ് സീൻ ഉണ്ടാക്കിയ രസകരമായ ആർട്ട് വർക്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായി ചെയ്ത ആർട്ട് വർക്കുകളെ കുറിച്ച് പറയുന്ന വീഡിയോയുടെ ഒരു കോമ്പിലേഷൻ വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോകൾ മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. 1991 പത്മരാജന്റെ ഫാന്റസി സിനിമയാണ് ഞാൻ ഗന്ധർവൻ. സിനിമയിലെ ഒരു ഭാഗത്തായി ഭൂമിയിലേക്ക് വന്ന ഗന്ധർവൻ തിരികെ സ്വർഗത്തിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. മേഘം താഴേക്ക് ഇറങ്ങി വന്ന് ഗന്ധർവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ആ സീനിൽ കാണിക്കുന്നത്. 90 കാലഘട്ടത്തിൽ ഈ ഒരു സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് കലാസംവിധായകൻ രാജീവ് അഞ്ചൽ ഒരു മാജിക് ചെയ്തത്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ലെങ്ത് ക്യാമറ സെറ്റ് ചെയ്ത് അതിന്റെ മിനിമം ഫോക്കസിന് മുൻപിൽ വെള്ളം നിറച്ച ഒരു ഫിഷ് ടാങ്ക് വെക്കുകയും ആ ഫിഷ് ടാങ്കിലെ വെള്ളത്തിലേക്ക് വെള്ള നിറത്തിലുള്ള പെയിന്റ് പതിയെ ഒഴിക്കുകയാണ് ചെയ്തത്. ആ ഫിഷ് ടാങ്കിന്റെ അല്പം ദൂരത്തായി ഗന്ധർവനെ താഴ്ത്തി നിർത്തുകയാണ് ചെയ്തത്. ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഡിം ലൈറ്റ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗന്ധർവനെ ഫോക്കസ് ചെയ്ത ഫിഷ് ടാങ്കിന്റെ ഉള്ളിലെ വെള്ളത്തിലേക്ക് വെള്ള പെയിന്റ് പതിയെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആകാശത്തു നിന്നും മേഘം താഴേക്ക് ഇറങ്ങി വരുന്ന ഫീല് കൃത്യമായി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 2024 ബ്ലസ്സി സിനിമയാണ് ആടുജീവിതം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി KR ഗോകുലിന്റെ ഹക്കീം എന്ന കഥാപാത്രം വളരെ ക്ഷീണിച്ച് അവശനായി മണലിൽ വീണ് മരിക്കുന്നതായി കാണാൻ കഴിയും. ആ സമയത്ത് മരണവെപ്രാളത്തിൽ മരുഭൂമിയിലെ മണല് ഹക്കീം വായിലെടുത്ത് കഴിക്കുന്നതായി കാണാൻ കഴിയും. കാര്യം അഭിനയമൊക്കെയാണെങ്കിലും മരുഭൂമിയിലെ മണല് മൂക്കിലും വായിലും പോകുന്നത് ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു സിനിമയിലെ ആ ഒരു സീൻ വളരെ റിസ്ക് എടുത്തിട്ട് അദ്ദേഹം അഭിനയിച്ചതാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. അതായത് ആ ഒരു സീൻ അദ്ദേഹം ഒറിജിനലായി അഭിനയിച്ചതാണ്. പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് ആ ഒരു മണലാണ്. കാരണം സംവിധായകനായ ബ്ലസ്സിക്ക് ആ ഒരു സീൻ വളരെ റിയലിസ്റ്റിക് ആയി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി കിലോ കണക്കിന് ഗോതമ്പും തവിടും മരുഭൂമിയിലെ മണലിന്റെ ആകൃതിയിൽ തരികളാക്കി പൊടിച്ചു മാറ്റി. പിന്നീട് ഹക്കീം മരിച്ചു വീഴുന്ന ആ ഒരു ഭാഗത്ത് മുഴുവൻ തരികളാക്കി പൊടിച്ച ആ ഒരു ഗോതമ്പ് നിറച്ചു. അങ്ങനെ തരികളാക്കിയ ഗോതമ്പിന്റെയും തവിടിന്റെയും പൊടികളാണ് ഹക്കീമിന്റെ വായിലേക്ക് മണലായി പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും സിനിമ കാണുന്ന സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മളത് ഒറിജിനൽ മണലാണെന്ന് വിശ്വസിച്ചിരുന്നു. 2008 മോഹൻലാൽ സിനിമയാണ് മാടമ്പി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിനിമയിൽ എന്റെ ശാരിക എന്നൊരു പാട്ടിൽ കാവ്യമാധവൻ ആകാശത്തെ ചന്ദ്രനെ വീടിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ചെരുവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും റിയൽ ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ഇത്ര ക്ലിയർ ആയി പാത്രത്തിന്റെ വെള്ളത്തിൽ ചന്ദ്രന്റെ രൂപം കിട്ടില്ല. ആ ഒരു ഷോട്ട് എടുക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും സാധിക്കാത്തത് കൊണ്ട് ആർട്ട് ഡയറക്ടറായ ജോസഫ് നെല്ലിക്കൽ ഒരു ഐഡിയ ഉപയോഗിച്ചു. അതായത് ചെരുവത്തിലെ വെള്ളത്തിൽ ചാണകം കലക്കി വെക്കുകയും പിന്നീട് ചാണകവെള്ളം തെളിഞ്ഞ ശേഷം ചന്ദ്രനെ ക്ലിയർ ആയിട്ട് ആ വെള്ളത്തിൽ കാണാൻ സാധിച്ചു. ശരിക്കും ചന്ദ്രനെ കാണാൻ വേണ്ടി പാത്രത്തിൽ ചാണകവെള്ളം കലക്കി വെക്കുന്ന ഈ ഒരു ഐഡിയ പണ്ട് നമ്മുടെ ചെറുപ്പത്തിലെ സ്കൂൾ സയൻസ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ അതിപ്പോഴും ഓർക്കുന്നുണ്ട്? 2024 ക്രിസ്റ്റോ ടോമി സിനിമയാണ് ഉള്ളൊഴുക്ക്. സിനിമയിൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന ഒരുപാട് സീനുകളുണ്ട്. ആലപ്പുഴയിലെ പല ഭാഗത്തും വീടുകളിൽ വെള്ളം കയറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മഴ വളരെ കുറവായിരുന്നു. അവിടെയാണ് കലാസംവിധായകനായ M ബാവ ഒരു ബ്രില്യന്റ് ആർട്ട് വർക്ക് ചെയ്തത്. അതായത് ആ വീടിന്റെ സമീപത്തുള്ള കനാലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് വീടിനുള്ളിലേക്കും പുറത്തേക്കും കയറ്റി. പക്ഷേ അങ്ങനെ കയറ്റിയ വെള്ളം ഒരുപാട് നേരം നിൽക്കുന്നതിന് വേണ്ടി അവർ വീടിന് ചുറ്റും 3 ബണ്ടുകൾ കെട്ടി. എന്നാൽ പക്ഷേ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒന്നാമത്തെ ബണ്ടിനോട് ചേർന്ന് ഒരു പുതിയ വീട് പണിതിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ബണ്ടിനോട് ചേർന്ന് വാഴകൃഷിയും മൂന്നാമത്തെ ബണ്ടിനോട് ചേർന്ന് കൊയ്യാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു വലിയ നെൽപ്പാടവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് ഈ ബണ്ടുകളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവുകയും അതിന് അവർ സമാധാനം പറയുകയും ചെയ്യണമായിരുന്നു. അതോടൊപ്പം ഈ ബണ്ടുകളിലെ വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് പല സീനുകളിലും വീടിനുള്ളിലെ വെള്ളം കുറയുകയും കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയ റിസ്ക് ഒരു പ്രശ്നവും കൂടാതെ ആർട്ട് വർക്ക് ചെയ്ത് സെറ്റിട്ട് ഉണ്ടാക്കിയത് കലാസംവിധായകനായ M ബാവയുടെ മിടുക്കുകൊണ്ട് മാത്രമായിരുന്നു. 2024 പുറത്തിറങ്ങിയ ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഒരു പ്രത്യേക ലൊക്കേഷനിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. എന്നാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വളരെ എൻഗേജിംഗ് ആക്കിയ പല കാര്യങ്ങളും ഒറിജിനൽ അല്ല. ഓരോന്നായി പറയാം. സിനിമയുടെ തുടക്കത്തിൽ ബേസിലിന്റെ കഥാപാത്രം ഒരു ഉടുമ്പിനെ പിടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമ കണ്ട പലരും വിചാരിച്ചിരിക്കുന്നത് അത് CGI ആയിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അതൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു. കളിമണ്ണിൽ പണിത ഉടുമ്പിനെ പിന്നീട് സിലിക്കൺ കോപ്പിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. പിന്നീട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ഉടുമ്പ് അനങ്ങുന്നതായി കാണിക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ വീടുകൾ അടുത്തടുത്താകാൻ വേണ്ടി ഒരുപാട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നസ്രിയ താമസിക്കുന്ന വീടിനെ ബേസിലിന്റെ വീടിനോട് കാണുന്ന രീതിയിൽ ഒരു അടുക്കള സെറ്റിട്ടു. അതിനുശേഷം നസ്രിയ ബേസിലിന്റെ വീട്ടിലോട്ട് പോകുന്നതിനായി ചാടിക്കിടക്കുന്ന മതില് സെറ്റിട്ടുണ്ടാക്കിയതാണ്.
ഇനി പറമ്പിലെ കറിവേപ്പില മരവും ബേസിലിന്റെ വീട്ടിൽ എല്ലാവരും കള്ളു കുടിക്കുന്ന ചായപ്പും പറമ്പിൽ കാണിക്കുന്ന വെട്ടുകല്ല് കൊണ്ടുള്ള പടികളും ബേസിലിന്റെ വീട്ടിലേക്ക് നസ്രിയ കയറി പോകുന്ന ഗ്രില്ലും വീടിന്റെ ഗേറ്റും എല്ലാം ഒറിജിനൽ അല്ല, അതെല്ലാം ആർട്ട് വർക്കാണ്. അതോടൊപ്പം സിനിമയിൽ ബേസിലിന്റെ വീടായി കാണിക്കുന്നത് ഒരു വീടല്ല, പകരം 2 വീടാണ്. വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും വേറെ വേറെ വീടുകളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഓരോ ക്യാമറ ആംഗിളിനനുസരിച്ചും വീടിന്റെ ഷേപ്പ് ആർട്ട് വർക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് ജനലിനോട് ചേർന്നിരിക്കുന്ന അമ്മച്ചിയെ കാണുന്നതിന് വേണ്ടി അവിടെ ഒരു ജനല് ആർട്ട് വർക്ക് ചെയ്ത് പണിതുണ്ടാക്കുന്നു. അതുമാത്രമല്ല, ബേസിലിന്റെ വീട്ടിലെ പില്ലറും തറയിൽ കാണുന്ന മൊസൈക്ക് സ്റ്റിക്കറുമെല്ലാം ആർട്ട് വർക്കാണ്. അതോടൊപ്പം ഇനി സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ബേസിലിനെ തുടങ്ങാൻ പോകുന്ന ബേക്കറിയായി കാണിക്കുന്നത് വാസ്തവത്തിൽ അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റാണ്. ഇത്ര ഭംഗിയായി ആർട്ട് വർക്ക് ചെയ്തത് കലാസംവിധായകനായ വിനോദ് രവീന്ദ്രനായിരുന്നു. അദ്ദേഹം ചെയ്ത മറ്റൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു കൊണ്ടൽ സിനിമയിൽ കാണിക്കുന്ന ഒരു ബോട്ട്. സിനിമ കണ്ട പ്രേക്ഷകർ അതൊരു യഥാർത്ഥ ബോട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 2015 അനിൽ രാധാകൃഷ്ണ മേനോൻ സിനിമയാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. സിനിമയിലെ ഏറ്റവും വലിയ ആകർഷകമായ ഒന്നായിരുന്നു കാട്ടിലെ ഉയർന്ന മരത്തിന്റെ മുകളിൽ താമസിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി. സിനിമയിലെ ആദിവാസി ഗോത്രത്തിലെ വീടുകൾ പണിയുന്നതിന് വേണ്ടി ഏറ്റവും ഉയരം കൂടിയ മരങ്ങളുള്ള ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറയിലെ ഒരു പ്രൈവറ്റ് ഫോറസ്റ്റാണ് അവർ തിരഞ്ഞെടുത്തത്. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളിൽ വലിഞ്ഞു കയറി നീളമുള്ള കയർ ഉപയോഗിച്ച് കെട്ടിയാണ് അവർ വീട് പണിയാനുള്ള മെഷർമെന്റ് എടുത്തത്. ആർട്ടിന് വേണ്ടി 2 കോടിയോളം രൂപയാണ് അവർ ആ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. 360 ഡിഗ്രി ചുറ്റളവിൽ അവർ മരങ്ങൾക്ക് മുകളിൽ ഏറ്റവും വലിയ വീടുകൾ പണിതു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. 1997 മോഹൻലാൽ സിനിമയാണ് വർണ്ണപ്പകിട്ട്. ചെറുപ്പത്തിൽ നമ്മൾ ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയിച്ചു പോയത് ക്ലൈമാക്സിലെ ഒരു ഫൈറ്റിനിടയിൽ വീടിന്റെ മുൻവശത്ത് നിൽക്കുന്ന ഒരു മരത്തിന്റെ കമ്പൊടിച്ച് മോഹൻലാൽ വില്ലന്മാരെ അടിക്കുന്ന സീൻ കണ്ടിട്ടായിരിക്കാം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തെങ്കിലും വാസ്തവത്തിൽ അതൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റണ്ട് മാസ്റ്റർ പളനിരാജിന് തോന്നിയ ഒരു ഐഡിയ ആണ് ആർട്ട് ഡയറക്ടറായ എം ബാവയെ മണി സുചിത്രയും ചേർന്ന് യഥാർത്ഥ മരത്തിന്റെ കൊമ്പിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മരക്കൊമ്പ് ചേർത്ത് പിടിപ്പിച്ചത്. ഒറിജിനൽ മരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കമ്പൊടിച്ച് മോഹൻലാൽ വില്ലന്മാരെ അടിക്കുന്നതും ആ മരക്കൊമ്പിന്റെ ദൃഢതയും എല്ലാം വളരെ ഒറിജിനലായിട്ട് സിനിമ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർട്ട് ഡയറക്ടേഴ്സിന് കൊടുക്കാം ഒരു നല്ല കയ്യടി. 1991 ഭരതൻ മമ്മൂട്ടി സിനിമയാണ് അമരം. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ആരും മറക്കാത്തൊരു സീനാണ് ക്ലൈമാക്സിൽ അശോകൻ പിടിക്കുന്ന കടലിലെ ഒരു വലിയ സ്രാവ്. സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിയെങ്കിലും സ്രാവിന്റെ സീൻ ഒന്നുകിൽ ഏതെങ്കിലും വാട്ടർ സൂവിൽ പോയി ഷൂട്ട് ചെയ്തായിരിക്കാമെന്നും പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല സംഭവം. അതൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു. 13 അടി നീളമുള്ള ആ ഒരു വലിയ കൊമ്പൻ സ്രാവിനെ ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് സാബു സിറിലാണ്. സാബു സിറിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്ത ഒരു വലിയ ക്രാഫ്റ്റ് കണ്ട് ഭരതൻ സാബു സിറിലിനെ വിളിച്ച് 13 അടി നീളമുള്ള ഒരു വലിയ കൊമ്പൻ സ്രാവിനെ ഉണ്ടാക്കാൻ പറയുകയായിരുന്നു. അങ്ങനെയാണ് വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന 13 അടി നീളമുള്ള ആ ഒരു കൊമ്പൻ സ്രാവിനെ സാബു സിറിൽ അമരത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. 2018 പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ സിനിമയായിരുന്നു കാർബൺ. സിനിമയുടെ 2ാം ഭാഗം മുതൽ ഫഹദ് കാട്ടിലൂടെയാണ് മുഴുവനുമായും യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഫഹദിന്റെ കയ്യിൽ ഒരു ചെറിയ വടിയുള്ളതായി കാണാം. എന്നാൽ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ആ വടി എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ആ വടി കിട്ടിയേ പറ്റൂ. വടിയില്ലാതെ ഇനി അങ്ങോട്ടുള്ള സീനുകളൊന്നും ഷൂട്ട് ചെയ്യാനും കഴിയാത്ത അവസ്ഥയെത്തി. വാസ്തവത്തിൽ ഇത് അണിയറ പ്രവർത്തകരുടെ അശ്രദ്ധയായതുകൊണ്ട് ഫഹദ് ഉപയോഗിച്ച അതേ വടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെടുത്തു. അതുണ്ടാക്കിയെടുക്കാൻ ചില വിലപിടിച്ച മെറ്റീരിയൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഇനി വേറെ വടിയൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർ 1-ലധികം വടികൾ ഉണ്ടാക്കിയെടുത്തു. ഒരു വടി ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ചെലവായത് 8000 രൂപയാണ്. അങ്ങനെ 8000 രൂപയുടെ 1-ലധികം വടികൾ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു. പിന്നീട് സിനിമയുടെ ക്ലൈമാക്സ് വരെ ഫഹദ് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വടിയും കൊണ്ടാണ്. അങ്ങനെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നിർമ്മാതാവിന് നഷ്ടമായത് ഏകദേശം 25,000 രൂപയാണെങ്കിലും ചെറിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയിൽ അത് ഗൗരവമായി കാണേണ്ട ഒന്നാണ്. 1997 ജയറാം സിനിമയാണ് കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. സിനിമയിൽ കാണിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സാങ്കല്പിക ഗ്രാമമാണ് കൃഷ്ണഗുഡി. അവിടുത്തെ റെയിൽവേ ജീവനക്കാരനാണ് ജയറാമിന്റെ കഥാപാത്രം. ആ സിനിമ കണ്ടപ്പോൾ മുതൽ പ്രേക്ഷകർക്ക് കൃഷ്ണഗുഡിയിലെ റെയിൽവേ സ്റ്റേഷനും പരിസരവും ഇന്നും മറക്കാൻ കഴിയാത്തവയാണ്. സിനിമയിലെ കഥ നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെങ്കിലും കൃഷ്ണഗുഡിയിലെ റെയിൽവേ സ്റ്റേഷനായി കാണിക്കുന്നത് മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. എന്നാൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ബിൽഡിംഗ് പണിത് റൂഫുകളിട്ട് ചെറിയ ഷെഡ് ഉണ്ടാക്കി സ്റ്റേഷന്റെ പരിസരം മനോഹരമായ തെലുഗു നാടിന്റെ അന്തരീക്ഷമാക്കി ഒരു പ്രോപ്പർ റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റിയത് കലാസംവിധായകനായ എം ബാവയും ടീമുമാണ്. 28 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പ്രേക്ഷകർക്ക് കൃഷ്ണഗുഡി തന്നെയാണ്. ലോഹിതദാസ് അവസാനമായി സംവിധാനം ചെയ്ത സിനിമയാണ് 2007 നിവേദ്യം. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സിനിമയിൽ കാണിക്കുന്ന അമ്പലം. നാട്ടിലെ അമ്പലവും അമ്പലത്തിലെ കീഴ്ശാന്തിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് സിനിമയുടെ കഥ. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുന്നത് അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടാണ്. എന്നാൽ സിനിമ കണ്ട സമയത്ത് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു അമ്പലം ഒറിജിനൽ ആയിരുന്നു എന്നാണ്. എന്നാൽ നമ്മൾ കണ്ടതൊന്നും സത്യമല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിരിക്കുന്ന ആ ഒരു അമ്പലം വാസ്തവത്തിൽ ഒരു അമ്പലമല്ല, പകരം അവർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്.
അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം, സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് ദിവസത്തോളം അമ്പലം ലഭിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 32 ദിവസം കൊണ്ട് ആർട്ട് ഡയറക്ടറായ പ്രശാന്ത് മാധവ് ഒരു അമ്പലം സെറ്റിട്ട് പണിതുണ്ടാക്കി. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം പോലും കൊടുക്കാത്ത രീതിയിലാണ് ആ ഒരു അമ്പലം ഉണ്ടാക്കിയെടുത്തത്. 2024 വിനീത് ശ്രീനിവാസൻ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമയിലെ പഴയ ചെന്നൈയായ കോടമ്പക്കത്തെ സ്ട്രീറ്റും അവിടുത്തെ സ്വാമീസ് ലോഡ്ജുമെല്ലാം തമിഴ്നാട്ടിലാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയല്ല. പകരം അതൊക്കെ എറണാകുളത്തെ അരൂരിലെ ഒരു പഴയ ഗോഡൌൺ ഏരിയയിൽ സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. കോടമ്പക്കത്തെ സ്വാമീസ് ലോഡ്ജ് 90% സെറ്റാണെങ്കിലും ആ ലോഡ്ജിനുള്ളിലെ മുറികളായി കാണിച്ചത് തമിഴ്നാട്ടിലെ ലോഡ്ജിലെ യഥാർത്ഥ മുറികളായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കേരളത്തിലും തമിഴ്നാട്ടിലും സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് മാറി മാറി അവർ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ശ്രദ്ധ. 2000 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ശ്രദ്ധ. സിനിമയിലെ ഒരു ഭാഗത്തായി അട്ടപ്പാടിയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പാട്ടിലൂടെ അട്ടപ്പാടിയും ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയും അവരുടെ നൃത്തവും മറ്റു കാര്യങ്ങളും ഭംഗിയായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അട്ടപ്പാടിയാണെന്ന് പറഞ്ഞ് സിനിമയിൽ കാണിക്കുന്നത് അട്ടപ്പാടിയല്ല, പകരം കോഴിക്കോടുള്ള പെരുവണ്ണാമൂഴി എന്ന സ്ഥലമാണ്. വളരെ കുറച്ചു നേരമുള്ളെങ്കിൽ പോലും ആർട്ട് വർക്കിലൂടെ സിനിമ കണ്ട പ്രേക്ഷകരെ ഭംഗിയായി പറ്റിക്കാൻ അവർക്ക് സാധിച്ചു. 2003 പ്രിയദർശൻ സിനിമയാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. കേരളത്തിലെ ഒരു പഴയ മുസ്ലിം കാലഘട്ടത്തിലെ പ്രണയകഥയാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞു. ഇനി 2 പാട്ട് കൂടെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. 1001 രാവുകളിലെ പോലെ അറേബ്യൻ പേർഷ്യൻ കഥകളിലെ നായികന്റെ പ്രണയം രൂപകമായിട്ട് വേണം പാട്ട് ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ പൊട്ടി. അതുകൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു പേർഷ്യൻ അറേബ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ അവർ ഉപയോഗിച്ചു. ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാർഡ്ബോർഡും തെർമോക്കോളും ഉപയോഗിച്ച് മന്ദിരങ്ങളും മിനാറുകളും ഭാരതപ്പുഴയുടെ പല ഏരിയകളിൽ അവർ നിർമ്മിക്കുന്നു. ഉയരം കുറഞ്ഞ പഴയ തെങ്ങുകളിൽ മാറ്റം വരുത്തി ഈന്തപ്പന മരത്തിന്റെ ലുക്കാക്കി പലയിടത്തായി വയ്ക്കുന്നു. ഒരൊട്ടകത്തെ ഫ്രെയിമിൽ കാണിച്ചെങ്കിലും ലോങ് ഷോട്ടിൽ കാണിക്കുന്ന ഒട്ടകങ്ങളെല്ലാം കാർഡ്ബോർഡിൽ പണിത ഫ്രെയിമുകൾ മാത്രമാണ്. വലിയ കൊട്ടാരങ്ങൾ കാണിക്കുന്ന സമയത്ത് പെയിന്റ് ചെയ്ത പ്ലാസ്റ്റിക് റോളുകളും വാൾപേപ്പറുകളും അവർ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം പല നിറത്തിലുള്ള തുണികൾ ഫ്രെയിമിൽ കുത്തിനിറച്ച് ഒരു അറേബ്യൻ പേർഷ്യൻ ലുക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ 2 പാട്ടുകൾ അവർ മാറി മാറി അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഷൊർണൂരിലും ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ സമീപവുമാണ് സിനിമയുടെ ആ ഒരു ഭാഗങ്ങൾ അവർ ബ്രില്യന്റായി ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. വളരെ തുച്ഛമായ ചെലവിൽ ഭാരതപ്പുഴയുടെ തീരത്ത് അവർ ആർട്ട് വർക്ക് ചെയ്തപ്പോൾ 2 പതിറ്റാണ്ടിന് ശേഷം ഇന്നും ആ ഒരു ക്വാളിറ്റി ആ പാട്ടിൽ കാണാനുണ്ട്. 1994 മോഹൻലാൽ സിനിമയാണ് പവിത്രം. സിനിമയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള രംഗമായിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്റെ അമ്മ പ്രസവത്തോടൊപ്പം മരണപ്പെട്ടു പോയി എന്നറിയുന്ന മോഹൻലാലിന്റെ പ്രകടനങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള രംഗം ഷൂട്ട് ചെയ്തത് യഥാർത്ഥ ആശുപത്രിയിലല്ല. വാസ്തവത്തിൽ അത് തൃപ്പൂണിത്തറയിലെ ഒരു കല്യാണ ഓഡിറ്റോറിയം ഹാളായിരുന്നു. എന്നാൽ ഈ ഹാളിൽ വെച്ച് മുൻപ് ലാലേട്ടന്റെ ചില സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നത് കൊണ്ട് ആശുപത്രിക്ക് വേണ്ടി ഈ ലൊക്കേഷൻ വേണ്ട, ഇവിടെ സെറ്റിട്ടാൽ അത് ഈ സീനിനൊട്ടും അനുയോജ്യമായിരിക്കില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ സാബു സിറിലിനോട് ആശുപത്രി വേറെ എവിടെയെങ്കിലും പോയി പണിയാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. എന്നാൽ സാബു സിറിൽ ആ കല്യാണ ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് ഒരു ആശുപത്രി സെറ്റിട്ട് ഉണ്ടാക്കുകയും അവിടെ ഡെറ്റോളും ഫെനോയിലും തളിച്ച് ഒരു ആശുപത്രിയുടെ ഫീൽ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ലാലേട്ടൻ അവിടെ വന്നപ്പോൾ അതൊരു ആശുപത്രി പോലെ തനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സീൻ അവിടെ ഷൂട്ട് ചെയ്യിപ്പിച്ചത്. മറ്റൊരു പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് കിലുക്കം. കിലുക്കത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം മീനവേനലിൽ എന്നൊരു പാട്ട് മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഊട്ടിയിലെ ഫേൺ ഹിൽസ് പാലസിൽ അവരെത്തുന്നു. പാട്ട് ഷൂട്ട് ചെയ്യാൻ എന്തായാലും കുറച്ച് പൈസ കയ്യിൽ നിന്നിറങ്ങും. എന്നാൽ അവർ ഷൂട്ട് ചെയ്യാൻ വന്ന അതേ ദിവസം തന്നെയാണ് മറ്റൊരു മോഹൻലാൽ സിനിമയായ ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത്. എന്തായാലും ഉള്ളടക്കത്തിന്റെ ഷൂട്ടിംഗ് നടക്കുവാണ്. അതുകൊണ്ട് അവര് ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലത്ത് കിലുക്കത്തിന്റെ പാട്ട് എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ? കാശ് അങ്ങനെയും ലാഭിക്കാമല്ലോ. ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥലത്തിന്റെ കുറച്ച് ഭാഗത്തായി മീനവേനലിൽ എന്ന പാട്ടിന്റെ കുറച്ച് സോങ് ബൈറ്റ് അവർ ഷൂട്ട് ചെയ്തു. അതും ഉള്ളടക്കത്തിൽ മോഹൻലാൽ ധരിച്ച അതേ കോസ്റ്റ്യൂം ഇട്ട്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സിനിമയും പാട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സിൽ മോഹൻലാൽ ധരിച്ചിരിക്കുന്ന അതേ സ്യൂട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് കിലുക്കത്തിലെ മീനവേനലിൽ എന്ന പാട്ടിലെ ചില ഭാഗങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളടക്കത്തിന്റെ സെറ്റിൽ കുറച്ച് മാറ്റം വരുത്തി ആർട്ട് വർക്ക് ചെയ്ത് വളരെ നിസ്സാര പൈസയ്ക്ക് അവർ എളുപ്പത്തിൽ കിലുക്കത്തിലെ പാട്ട് ഷൂട്ട് ചെയ്തു. 1991 2 പടവും റിലീസായപ്പോൾ കിലുക്കം സൂപ്പർ ഹിറ്റായി ബോക്സ് ഓഫീസ് കളക്ഷൻ ബ്രേക്ക് ചെയ്തെങ്കിൽ ഉള്ളടക്കം ഹിറ്റാവുകയും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തു. ഈ ഉള്ളടക്കം സിനിമയിലെ നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് കിലുക്കത്തിലെ നായികയായ രേവതിയായിരുന്നു. എന്നാൽ 2 സിനിമയിലും മെന്റൽ ഇഷ്യൂ ഉള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ കിലുക്കം മാത്രമായിരുന്നു രേവതി ചൂസ് ചെയ്തത്. 2023 മമ്മൂട്ടി സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. സിനിമ കണ്ട പ്രേക്ഷകർ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് കണ്ട ഒരു ഗംഭീര സീനായിരുന്നു ഉത്തർപ്രദേശിലെ ടിക്രി വില്ലേജിലെ ഫൈറ്റ്. എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരുടെ കിളി പോയത് ഇത് ശരിക്കും നമ്മുടെ കൊച്ചിയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് അറിഞ്ഞപ്പോഴാണ്. ആർട്ട് ഡയറക്ടർ ഷാജി നടുവിലാണ് ഉത്തർപ്രദേശിലെ ടിക്രി വില്ലേജിന്റെ ഡിറ്റോ കോപ്പി കൊച്ചിയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, രാത്രിയിലെ ഷൂട്ടിങ്ങും ഒരുപാട് തീ ഉപയോഗിക്കുന്നത് കൊണ്ടും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് ഉത്തർപ്രദേശിലെ ടിക്രി വില്ലേജിന്റെ സെറ്റ് കേരളത്തിൽ ഇടാമെന്ന് അവർ തീരുമാനമെടുത്തത്.
എന്തൊക്കെയാണെങ്കിലും കൊടുത്ത പൈസക്കുള്ള ഔട്ട്പുട്ട് ആ ഒരൊറ്റ വർക്കിൽ മാത്രം കാണാൻ പറ്റും. 1996 മമ്മൂട്ടി സിനിമയാണ് അഴകിയ രാവണൻ. സിനിമയിലെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ ശങ്കർദാസ് എന്ന കഥാപാത്രം താമസിക്കുന്ന ബംഗ്ലാവ് ആലപ്പുഴയിലാണ് ഉള്ളത്. എന്നാൽ വാസ്തവത്തിൽ ആ ഒരു ബംഗ്ലാവ് ഒരു നിലയാണ്. പക്ഷേ സിനിമയിൽ കാണിക്കുമ്പോൾ ആ ബംഗ്ലാവിന് 2 നിലയുണ്ട്. അതിന്റെ കാരണം സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം റിച്ച് ആയതുകൊണ്ട് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ബംഗ്ലാവിന് കുറച്ച് വലിപ്പം തോന്നിക്കാൻ വേണ്ടി ഒരു നിലയുള്ള ആ ഒരു ബംഗ്ലാവിന്റെ മുകളിൽ മറ്റൊരു നില അവർ സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അതോടൊപ്പം ബംഗ്ലാവിന്റെ മുൻപിൽ കാണുന്ന ആ വലിയ മഞ്ഞ നിറത്തിലുള്ള റൂഫും അതിനുശേഷം മമ്മൂട്ടി ബോട്ടിൽ വന്ന് ഇറങ്ങി നടന്നു വരുന്ന ചെറിയ കടവും പാലവുമായി കാണിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട് ആർട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. എമ്പുരാൻ 2025 മോഹൻലാൽ സിനിമയാണ് എമ്പുരാൻ. സിനിമയിലെ ഒരുപാട് സ്ഥലത്ത് ആർട്ട് വർക്ക് ചെയ്ത് പ്രേക്ഷകരെ ഗംഭീരമായി പറ്റിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഇറാഖിലെ യുദ്ധം ചെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കർക്കോഷ് നഗരം ചെന്നൈയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതോടൊപ്പം ഇറാഖിൽ ഉണ്ടാക്കിയെടുത്ത പള്ളിക്കുള്ളിലെ ഇന്റീരിയർ മുഴുവൻ ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സുകൾ കാറ്റത്ത് ആടാതിരിക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായി അവർ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയിൽ ഗുജറാത്തിലെ ഒരു വലിയ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല, പകരം അതൊരു പൂന്തോട്ടമായിരുന്നു. ആ പൂന്തോട്ടത്തിലെ 30ഓളം മരങ്ങൾ വേരോടെ പിഴുത് വേറൊരു സ്ഥലത്ത് കൊണ്ട് മാറ്റി വെച്ചിട്ടാണ് അവർ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അതിനുശേഷം ആ പറിച്ചുകൊണ്ടുപോയ മരങ്ങൾ തിരികെ കൊണ്ടുവന്ന് അവർ ആ പഴയ സ്ഥലത്ത് നടുകയും ചെയ്തിരുന്നു. സിനിമയിൽ മോഹൻലാലിന്റെ അബ്രാം ഖുറേഷി എന്ന കഥാപാത്രം AH-64 എന്ന അറ്റാക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നുണ്ട്. അത്തരത്തിലൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് വലിയ ചെലവായതിനാൽ 6 മാസം കൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഉണ്ടാക്കുക മാത്രമല്ല, ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ പോലെ അത് അവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി ഹെലികോപ്റ്ററിൽ അവർ വന്നിറങ്ങുന്ന ആഫ്രിക്കയായി കാണിക്കുന്ന സ്ഥലം ഇന്ത്യയിലെ ലഡാക്കാണ്. അതോടൊപ്പം സിനിമയിലെ ഒരു ജംഗിൾ ഫൈറ്റിനിടയിൽ ഒരു മരം L ഷേപ്പിൽ നിന്ന് കത്തുന്നുണ്ട്. വാസ്തവത്തിൽ അത് CGI ഒന്നുമല്ല, പകരം യഥാർത്ഥ കാടിനുള്ളിൽ ഒരു മരം ഉണ്ടാക്കി അതിന് തീയിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കിയ ഒരു വലിയ ആർട്ട് വർക്ക് ഉണ്ട്. മരണപ്പെട്ട PKRനെ കാണാനായി സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിന് പുറത്തുള്ള വഴിയിലാണ്. എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ അത് തിരുവനന്തപുരമല്ല, പകരം എറണാകുളത്തെ ഒരു സ്ഥലമാണ്. അടുത്തടുത്ത 2 ഷോട്ടുകൾ 2 ജില്ലകളിൽ. എന്താലേ. 1991 പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് അദ്വൈതം. ക്ഷേത്രവും വിശ്വാസങ്ങളും ക്ഷേത്ര ട്രസ്റ്റിനെയും ചുറ്റിപ്പറ്റിയിട്ടാണ് സിനിമയുടെ കഥ നടക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, സിനിമയിൽ കാണിക്കുന്ന ആ ഒരു വലിയ ക്ഷേത്രം ആർട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. കലാസംവിധായകനായ സാബു സിറിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമാനമായ ഒരു ക്ഷേത്രം കോഴിക്കോട് വളയനാട് ദേവി ക്ഷേത്രത്തിന് സമീപം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ പക്ഷേ ഇത്രയും വലിയൊരു അമ്പലം അന്നത്തെ കാലത്ത് ആർട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ സിനിമ കണ്ട ആരും തന്നെ അതൊരു സെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അത്രയ്ക്കും ഒറിജിനാലിറ്റി ആയിരുന്നു അതിന്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല, അതൊരു ഒറിജിനൽ അമ്പലമാണെന്നും സെറ്റിട്ടതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ട് ഡയറക്ടർ സാബു സിറിലിന് ആ വർഷത്തെ ദേശീയ അവാർഡ് വരെ നഷ്ടമായ ചരിത്രമുണ്ട്. അതുമാത്രമല്ല, സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം സെറ്റ് പൊളിച്ചപ്പോൾ യഥാർത്ഥ അമ്പലമാണെന്ന് കരുതി ഒരുപാട് ആളുകൾ ആ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടിരുന്നു. 2013 LJP സിനിമയാണ് ആമീൻ. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു പൊളിഞ്ഞു വീഴാറായ വലിയ പഴയ പള്ളി. സിനിമ കണ്ട കുറച്ചു പേരെങ്കിലും ഇപ്പോഴും ആ ഒരു പള്ളി ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ആലപ്പുഴയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. 2013 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആർട്ട് വർക്കുകളിൽ ഒന്നായിരുന്നു ആ ഒരു വലിയ പള്ളി. 70 ആളുകൾ 22 ദിവസം കൊണ്ട് പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ആ ഒരു വലിയ പള്ളി. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ ആണെന്ന് തോന്നിയ പള്ളി പിന്നീട് ഷൂട്ടിങ്ങിന് ശേഷം വേഗം പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് ആ പള്ളി ആളുകൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ടായിരുന്നുവെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. 2018 വിനീത് ശ്രീനിവാസൻ സിനിമയാണ് അരവിന്ദന്റെ അതിഥികൾ. അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മൂകാംബിക തന്നെയാണ്. മൂകാംബിക ക്ഷേത്രവും അതിനോട് ചുറ്റിപ്പറ്റിയുമാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അത്രമേൽ മനോഹരമായിട്ടാണ് മൂകാംബികയും സമീപ പ്രദേശങ്ങളുമെല്ലാം സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഈ സിനിമയിലെ 80% ഭാഗങ്ങളും മൂകാംബികയല്ല. സിനിമ കണ്ട നമ്മളെ വളരെ ഭംഗിയായി പറ്റിച്ച ആർട്ട് വർക്കുകളായിരുന്നു അത്. വെറും 20% ഭാഗങ്ങൾ മാത്രമാണ് മൂകാംബികയിൽ ഷൂട്ട് ചെയ്തത്, പ്രത്യേകിച്ചും മൂകാംബിക ക്ഷേത്രത്തിനുള്ളിലെ സീനുകൾ. എന്നാൽ മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തായുള്ള അരവിന്ദന്റെ ലോഡ്ജും അവിടുത്തെ കടകളും തെരുവുകളും വഴികളുമെല്ലാം അവിടെ നിന്നും 800 കിലോമീറ്റർ അപ്പുറമുള്ള തമിഴ്നാട്ടിലെ കുംഭകോണത്തും തഞ്ചാവൂരുമായിട്ടാണ് സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. കർണാടകയിലെ മൂകാംബിക തമിഴ്നാട്ടിൽ ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ സംഗതിയായിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തെ വഴികളും കടകളും എന്തിനു പറയാൻ, ക്ഷേത്രത്തിൽ നിന്നും പ്രധാന സ്ട്രീറ്റിലേക്ക് വരുന്ന വഴിയുടെ വളവ് വരെ കുംഭകോണത്ത് അവർ സെറ്റിട്ടു. അങ്ങനെ ഒറിജിനൽ മൂകാംബികയുടെ ആംബിയൻസ് തന്നെ ആർട്ട് വർക്കിലൂടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്നും ഈ സിനിമ കാണുമ്പോൾ അരവിന്ദന്റെ കുംഭകോണത്തെ ലോഡ്ജും പരിസരവും വഴികളും അവിടുത്തെ ആളുകളും വസ്ത്രധാരണവും എല്ലാം മൂകാംബികയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആർട്ട് വർക്കിന്റെ ഗംഭീര വിജയം. 2020 കപ്പേള എന്ന സിനിമയ്ക്ക് മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അനീസ് നാടോടി.
താൻ ആർട്ട് വർക്ക് ചെയ്ത സിനിമകളിൽ കാശ് പൊട്ടിക്കാതെ ആക്രി കടകളിലൂടെ പോയി ആക്രി സാധനങ്ങൾ മാത്രം പെറുക്കി ആർട്ട് വർക്ക് ചെയ്യുന്ന ഹോബിയാണ് അനീസ് നാടോടിക്കുള്ളത്. 2020 കപ്പേള എന്ന സിനിമയിൽ വയനാട്ടിൽ ജീവിക്കുന്ന നായികയുടെ വീടിന്റെ അരികെയുള്ള മലമുകളിലെ കപ്പേള പണിതത് അവിടുത്തെ കുന്നുകളുടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന സസ്യങ്ങളും ഇലകളും ശേഖരിച്ച് നട്ടിട്ടാണ്. എന്നാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഷൂട്ടിന്റെ ക്യാമറ ഓൺ ആക്കുന്നതിന് തൊട്ട് മുൻപാണ് ആർട്ട് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തിരുന്നത്. 2019 ടൊവിനോ തോമസിന്റെ ലൂക്ക എന്ന സിനിമയിലെ ആർട്ട് വർക്ക് എല്ലാം ആക്രി സാധനങ്ങളാണ്. സിനിമയിലെ ടൊവിനോ തോമസിന്റെ കഥാപാത്രം ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമകൾക്ക് ആർട്ട് വർക്ക് ചെയ്യുന്നതിന് മുൻപായി പ്രദേശത്തെ എല്ലാ ആക്രി കടകളിൽ പോയാൽ ഒരു സെറ്റിന് ആവശ്യമായതെല്ലാം അവിടെ നിന്ന് കിട്ടുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് മുഴുവൻ നമ്മൾ പോയ സ്ക്രാപ്പ് യാർഡിൽ പോവുകയും യൂസ്ഡ് മെറ്റീരിയൽസ് എടുക്കുകയും എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ വളരെ പൈസ കുറച്ച് ആർട്ട് വർക്ക് ചെയ്ത് സെറ്റിട്ട് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ചില്ലറ ധൈര്യം പോരാ. 2005 മോഹൻലാൽ സിനിമയാണ് ഉടയോൻ. ഈ സിനിമ ലിമിറ്റഡ് ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ 90% ആർട്ട് വർക്കാണ്. മോഹൻലാലിന്റെ വീട്, കിണർ, വണ്ടി, പഴയ വസ്തുവകകൾ തുടങ്ങി ലിസ്റ്റ് അങ്ങനെ ഒരുപാട് നീളും. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാലിന്റെ ശൂരനാട് കുഞ്ഞെന്ന കഥാപാത്രം തന്റെ മക്കളെ ഗുണദോഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ് തന്റെ വീടിന്റെ മുൻപിൽ തന്റെ അച്ഛൻ ചെറുപ്പത്തിൽ നട്ടുവെന്ന് അവകാശപ്പെടുന്ന നിറയെ ചക്കകൾ കായ്ക്കുന്ന ഒരു പ്ലാവ്. സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ വീടിന്റെ മുൻവശത്തായി വേര് മുതൽ നിറയെ ചക്കകൾ കായ്ക്കുന്ന ഒരു പ്ലാവ് വേണമെന്നുണ്ടായിരുന്നു. പിന്നീട് വീടിന്റെ മുൻപിലുള്ള പ്ലാവ് അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞെങ്കിലും അങ്ങനെ ഒരു ലൊക്കേഷൻ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഒരു പ്ലാവ് മുഴുവനുമായി ഉണ്ടാക്കാൻ കാശില്ലാത്തത് കൊണ്ട് പ്ലാവ് ഉണ്ടെന്ന് പ്രേക്ഷകരെ പറ്റിച്ച് ഒരു ചെറിയ ചീറ്റിംഗ് പരിപാടി അവർ ചെയ്തു. അതായത് ആ സിനിമയിൽ കാണിക്കുന്ന വീടിന്റെ മുൻപിലെ പ്ലാവ് ശരിക്കും പ്ലാവല്ല, പകരം ഒരു പനയാണ്. ആ പനയുടെ താഴെ മുതൽ പകുതി വരെ ഒരു പ്ലാവിന്റെ പുറന്തോടാക്കി ആർട്ട് വർക്ക് ചെയ്ത് മാറ്റി പിന്നീട് അതിൽ ചക്കകൾ ചേർത്ത് വെക്കുകയായിരുന്നു ചെയ്തത്. ക്യാമറ എന്തായാലും പ്ലാവിന്റെ പകുതിയിൽ കൂടുതൽ മുകളിലേക്ക് കാണിക്കാത്തത് കൊണ്ട് ആ ഒരു താഴ്ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് കഥ പറഞ്ഞു. പൈസ ഇല്ലെങ്കിലും ഇങ്ങനെയും ചില കുറുക്കുവഴികളിലൂടെ ആർട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഉടയോൻ. 2003 മമ്മൂട്ടി സിനിമയാണ് പട്ടാളം. സിനിമയിൽ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഒരു മിഷന് വേണ്ടി മമ്മൂട്ടിയും സംഘവും നാഗാലാൻഡിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കിടയിൽ പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഇവിടെയും ബഡ്ജറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അതിവിദഗ്ധമായി ഇടുക്കി ജില്ലയിലെ ചിന്നാർ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പ്രദേശം നാഗാലാൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റിയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. ഒരുപാട് തവണ നമ്മൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് കേരളത്തിലെ സ്ഥലമാണെന്ന് പറയത്തില്ല. അത്രയും പെർഫെക്ഷൻ ആയിട്ടായിരുന്നു ബജറ്റ് ഇല്ലാതെ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ആർട്ട് വർക്ക് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.